സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കാൻ അനുമതി തേടിക്കൊണ്ട് മുസ്ലിം വിദ്യാർത്ഥിനി നൽകിയ ഹർജി അലഹബാദ് ഹൈക്കോടതി പൂർണ്ണമായും തള്ളി. ക്ലാസ് മുറികളിൽ ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത അനിവാര്യ മതാചാരമാണെന്ന് സ്ഥാപിക്കുന്ന കൃത്യമായ മതഗ്രന്ഥങ്ങളോ മറ്റ് ആധികാരിക നിയമരേഖകളോ ഹാജരാക്കാൻ ഹർജിക്കാരിക്ക് സാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അലഹബാദ് ഹൈക്കോടതിയിലെ പ്രമുഖ ജസ്റ്റിസുമാരായ ജെ മുനീർ, ഇന്ദ്രജിത് ശുക്ല എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസിൽ ഇത്തരമൊരു നിർണായക വിധി പ്രസ്താവിച്ചത്. പ്രയാഗ്രാജിലെ അത്തസുയയിൽ പ്രവർത്തിക്കുന്ന ടാഗോർ പബ്ലിക് സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സുഗൈന റിസ്വിയാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ടാഗോർ പബ്ലിക് സ്കൂളിൽ 10ാം ക്ലാസ് പഠനത്തിനു ശേഷം അതേ സ്കൂളിൽ തന്നെ 11ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ സമയത്താണ് വിഷയം വലിയ തർക്കങ്ങൾക്ക് വഴി തുറന്നത്. മുൻപ് ഇതേ സ്കൂളിൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച കാലയളവിൽ താൻ ഹിജാബ് ധരിച്ചിരുന്നുവെന്നും അന്ന് സ്കൂൾ അധികൃതർ ഇതിനെതിരെ യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നില്ലെന്നും വിദ്യാർത്ഥിനി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ 11ാം ക്ലാസ്സിലേക്കുള്ള പുതിയ പ്രവേശന സമയത്ത് ഹിജാബ് ധരിക്കുന്നത് തുടർന്നും അനുവദിക്കണമെന്ന കടുത്ത നിലപാട് ഹർജിക്കാരി സ്വീകരിച്ചതോടെയാണ് സ്കൂൾ അധികൃതർ പുതിയ പ്രവേശനം നിഷേധിച്ചത്. വിദ്യാലയത്തിലെ ഡ്രസ് കോഡിനും അച്ചടക്കത്തിനും വിരുദ്ധമായി യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കാൻ അനുവദിക്കില്ലെന്ന വ്യക്തമായ നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ചത്. എന്നാൽ സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നത് തന്റെ മതവിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകവും അനിവാര്യ മതാചാരവുമാണെന്നും അത് ധരിക്കുന്നത് തടയുന്നത് ഭരണഘടനയുടെ 14ാം അനുച്ഛേദവും 19 അനുച്ഛേദവും പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനവുമാണ് എന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ അഭിഭാഷകന്റെ വാദം. എങ്കിലും വിദ്യാർത്ഥിനിയുടെ ഈ വാദങ്ങളെ അംഗീകരിക്കാൻ ഉത്തർപ്രദേശ് ഹൈക്കോടതി ബെഞ്ച് തയ്യാറായില്ല. ക്ലാസ് മുറിക്കുള്ളിൽ ഹിജാബ് ധരിക്കുന്നത് നിർബന്ധമാണെന്നും അത് പാലിക്കാതിരിക്കുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ ബാധിക്കുമെന്നും തെളിയിക്കുന്ന ആധികാരികമായി യാതൊരുവിധ മതപരമായ രേഖകളും കോടതി മുൻപാകെ എത്തിക്കാൻ ഹർജിക്കാരിക്ക് സാധിച്ചില്ലെന്ന് ജഡ്ജിമാർ എടുത്തു പറഞ്ഞു. ഭരണഘടനയുടെ 25ാം അനുച്ഛേദത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ കേവലം വാക്കാലുള്ള വാദങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ കോടതിക്ക് അംഗീകരിക്കാനാകില്ലെന്നും അതിന് ശക്തമായ വസ്തുതാപരവും നിയമപരവുമായ അടിത്തറകൾ അത്യാവശ്യമാണെന്നും ഹൈക്കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഡ്രസ് കോഡ് ഏകീകൃതവും സത്യസന്ധമായ ഉദ്ദേശത്തോടു കൂടിയുള്ളതും വിവേചനരഹിതവും വിദ്യാലയത്തിൽ അച്ചടക്കവും സ്ഥാപനത്തിന്റെ പൊതുവായ വ്യക്തിത്വവും നിലനിർത്താൻ ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ അനുയോജ്യമായ യൂണിഫോം നിശ്ചയിക്കാനുള്ള പൂർണ്ണമായ അധികാരം സ്കൂൾ മാനേജ്മെന്റിന് തന്നെയുണ്ടെന്നും അലഹബാദ് ഹൈക്കോടതി അടിവരയിട്ടു. മുൻപ് സമാനമായ രീതിയിൽ മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് കർണാടക ഹൈക്കോടതിയും ഉത്തരവിട്ടിരുന്നു. കർണാടക ഹൈക്കോടതിയുടെ നിർണായക വിധിക്കെതിരെയുള്ള അപ്പീൽ ഹർജി നിലവിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഈ സുപ്രധാന സുപ്രീം കോടതി വിധിക്കായി രാജ്യം കാത്തിരിക്കുന്നതിനിടയിലാണ് യുപിയിലെ വിദ്യാലയത്തിലും ഹിജാബ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി അലഹബാദ് ഹൈക്കോടതിയും സ്കൂൾ മാനേജ്മെന്റിന്റെ ഡ്രസ് കോഡ് ഉത്തരവും ശരിവച്ചിരിക്കുന്നത്. വിദ്യാലയങ്ങളിൽ മതപരമായ ചിഹ്നങ്ങൾ ഒഴിവാക്കി ഏകീകൃത ഡ്രസ് കോഡ് ഉറപ്പാക്കാനുള്ള വിദ്യാലയങ്ങളുടെ അധികാരത്തിന് ബലം നൽകുന്നതാണ് ഈ പുതിയ വിധി പ്രസ്താവം.